ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അരിയുണ്ട ഉണ്ടാക്കിയാലോ. നമുക്ക് പണ്ട് കാലത്തൊക്കെ അധികം ഈ ബേക്കറി ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പണ്ട് കാലത്തുള്ളവരൊക്കെ അധികം ഉണ്ടാക്കിയിരുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഈ അരിയുണ്ട. അപ്പോൾ ഒരുപാട് പേർക്ക് പഴയകാല ഓർമ്മകളൊക്കെ തരുന്ന ഈ അരിയുണ്ട നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 3 ഇൻഗ്രീഡിയൻറ്റേ വേണ്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോകളൊക്കെ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ നാക്കി വയ്ക്കും. എന്നാൽ ശരി, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി, ഒരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് ഞാനിതുപോലെ കഴുകിയിട്ട് വെള്ളം വാർത്തി എടുത്തിട്ടുള്ളതാണ്. നല്ല ഉണങ്ങിയിട്ടുണ്ട്. മട്ട അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മട്ട അരിനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കണം. നമുക്ക് അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട്, ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുകയാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ സാധാ ഏതെങ്കിലും ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് ഈ അരി ഇട്ടിട്ട് ഇതിങ്ങനെ വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കണം തീ. എന്നിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമുക്ക് ഈ അരി വറുത്തെടുക്കണം. പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നിട്ട് നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ ആകെ ഇതിലൊരു പണി എന്ന് പറയുന്നത് ഈ അരി വറുക്കലാണ് കേട്ടോ. അത് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് ക്ഷമയോട് കൂടിയിട്ട് ചെയ്യണം. കാരണം അല്ലെങ്കിൽ വളരെ തീ കൂട്ടി വെച്ച അരിയൊന്നും നന്നായിട്ട് ഇങ്ങോട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഈ അരി ഇങ്ങനെ നമുക്ക് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് വറുത്തെടുക്കണം. ഇതാ കണ്ടോ, കുറേശ്ശെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ അരിയും പൊട്ടി നല്ല കളറ് മാറി വരണം. അതുവരെ നമുക്കിത് വറുത്തെടുക്കണം. ഒരു 10-15 മിനിറ്റൊക്കെ എന്തായാലും വേണ്ടി വരും. അപ്പോൾ നമുക്കിതിങ്ങനെ വറുത്തെടുക്കുക. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഒരുവിധം എല്ലാവരും ഉണ്ടാക്കിയിരുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഈ അരിയുണ്ട എന്ന് പറയണത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരുവിധം ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും ഇതുപോലെ. അപ്പോൾ ഇതാക്കണ്ട, നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കളറ് മാറി നല്ല വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഇതാ നമ്മുടെ വറുത്ത് വെച്ച അരി ഇതാ ഈ ഒരു പാകത്തിലാണ് കേട്ടോ വേണ്ടത്. അരി ഇതങ്ങനെ കറക്റ്റായിട്ട് നല്ല മുരുന്നനായിട്ടുണ്ട്. പിന്നെ അതാ ഒരു 3 അച്ച് ശർക്കര ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊട്ടത്തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തോളൂ, അതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച അരി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ പണ്ടൊക്കെ അവിടെ വീട്ടിലൊക്കെ അമ്മ ഒരല്ലാണ് കേട്ടോ കുത്തി പൊടിച്ചെടുക്കാറ്. അപ്പോൾ ഒരല് ഈ അരി വറുത്തതും ശർക്കരയും തേങ്ങയും എല്ലാം കൂടി ഇങ്ങോട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് ആ അരിയുണ്ടയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതറിയില്ല. അപ്പോൾ ഇതുപോലെ അരിയുണ്ടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ എല്ലാവരും. അരി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. ഇനി നമുക്കതിലോട്ട് തന്നെ തേങ്ങയും ശർക്കരയും ചേർത്തിട്ട് ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇനി മിക്സ് ചെയ്താൽ മതി. ശർക്കരയും ഓൾറെഡി പൊടിച്ചിട്ടുണ്ട്, തേങ്ങയും അങ്ങനെ ചിരകി വെച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമ്പോഴേക്ക് നന്നായിട്ട് ഇതാക്കേണ്ടതുപോലെ മിക്സായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ അരിയുണ്ടയുടെ ഈ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഒന്നും കൂടി ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് നമുക്കിത് ഓരോരോ ഉണ്ടയാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അളവൊക്കെ ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് ഉരുട്ടിയെടുത്തോളൂ, വലുപ്പത്തിനനുസരിച്ചിട്ട്. വലിയ അരിയുണ്ട വേണമെങ്കിൽ അത്യാവശ്യം വലുപ്പത്തിൽ ഉരുട്ടിയെടുത്തോളൂ. ഞാനിപ്പോൾ അതാ ഈ ഒരു അളവിൽ ഒരു ചെറിയതായിട്ട് ഇങ്ങനെ അത്യാവശ്യം കുറച്ചൊരു മീഡിയം ലെവലിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാം നമ്മുടെ ഈ കൂട്ട് മൊത്തം ഇതുപോലെ ഉരുട്ടിയെടുക്കട്ടെ. നമ്മുടെ അരിയുണ്ട മൊത്തം ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതാക്കണ്ടോ, നമ്മുടെ എല്ലാ അരിയുണ്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, പറയണ്ടല്ലോ. തേങ്ങയും ശർക്കരയും വറുത്ത അരിയും ഒക്കെ കൂടി ചേർന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മുടെ ഈ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ അരിയുണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. 3 ഇൻഗ്രീഡിയൻറ്റേ വേണ്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.